സോ വെൽക്കം ടു ഉഷാസ് കുട്ടി ലോകം. ഇന്ന് ഞാനൊരു ഓർഗനൈസിങ് ദി സെയിൽസ് റിപ്പോർട്ട് അല്ലെങ്കിൽ സെയിൽസ് റെക്കോർഡ് സെയിൽ വന്നിട്ട് നമുക്ക് അത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ സ്വതവേ നമ്മൾ എക്സൽ ഷീറ്റൊക്കെയാണ് നമ്മൾ ചെയ്യുക. ഈ എക്സൽ ഷീറ്റിനെ എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഓൺ ദ സ്പോട്ട് സ്റ്റോളിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക ആൻഡ് ഓഫ് കോഴ്സ് അറ്റ് ദ സെയിം ടൈം അതിനെ എക്സൽ ഷീറ്റിലേക്ക് ആക്കുക എന്നുള്ളത്. പക്ഷേ മാനുവലി ചെയ്യുമ്പോൾ ടേക്സ് ടൈം, റൈറ്റ്? അപ്പോൾ അത് എല്ലാ സ്മോൾ ബിസിനസ് ഓണേഴ്സിൻ്റെയും ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. ബട്ട് യു ക്യാൻ യൂസ് ദിസ് ഫോർ എനി പർപ്പസ് ദാറ്റ് യു ആർ ഡൂയിങ്, ലൈക്ക് ഇഫ് സംതിങ് ദാറ്റ് യു വോണ്ട് ടു ലേൺ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ്. സോ ലെറ്റ്സ് ജംപ് ഇൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ബിസിനസ്സൊക്കെ റൺ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പഠിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ പഠിക്കുകയാണ് ആൻഡ് യു നീഡ് സം 1 point വേർഡ്സ് ഫോർ ഇറ്റ്. അപ്പോൾ ചിലപ്പോൾ ചില വേർഡ്സ് ഇപ്പോൾ ഇംഗ്ലീഷ് ആയാലും അതെ, വാട്ട് എവർ ലാംഗ്വേജ് ദാറ്റ് യു ആർ സ്റ്റഡിങ്, അല്ലെങ്കിൽ എന്ത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, മെയിൻലി ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു റെക്കോർഡ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്മോൾ ബിസിനസ് ഓണേഴ്സിന് എന്താണെന്ന് വെച്ചാൽ അധികം സെയിൽസ് വരുമ്പോൾ അതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക. നമ്മളിപ്പോൾ സപ്പോസ് ഒരു 18 സെയിൽ ഉണ്ടായി എന്ന് വയ്ക്കാം. 18 സെയിൽസ് നമ്മൾ മാനുവലി ഓക്കെ ഇന്ന പ്രൊഡക്റ്റ് ഇന്ന കാര്യം, ആക്ച്വലി ദർ ആർ ആപ്സ് ടു ഇറ്റ്. പക്ഷേ ഇതൊരു സിമ്പിൾ വേ ആണ്. എനിക്ക് തോന്നി നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയതാണ്. ഞാനിത് കണ്ടിട്ട് ഞാൻ ഇത് പറയുകയാണ് ഇവിടെ. ആൻഡ് ഓഫ് കോഴ്സ് ഐ ഹാവ് യൂസ്ഡ് ഇറ്റ്. ഇപ്പോൾ ഞാനൊരു സ്റ്റോള് അമ്മയുടെ അടുത്ത് മാതാമതാന്തമ്മയുടെ 72th ബർത്ത്ഡേയുടെ സ്റ്റോൾ ഇട്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ യൂസ് ചെയ്തായിരുന്നു. ഇതാണ് ഞാൻ ആ സ്റ്റോള് ഇതാണ്. ആൻഡ് അവിടെ ഞാൻ ഓരോ സെയിൽ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ആ കസ്റ്റമറിനെ കൊണ്ട് ഞാൻ അത് ചെയ്യിപ്പിക്കും. അപ്പം നമ്മൾ ചിന്തിക്കും, ഓക്കെ കസ്റ്റമറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ആക്ച്വലി ഇറ്റ് ഈസ് എ ഗൂഗിൾ ഫോം. ഗൂഗിൾ ഫോമിനെ നമ്മൾ എക്സൽ ഷീറ്റിലേക്ക് ആക്കുകയാണ്. സിമ്പിൾ ആസ് ദാറ്റ് അല്ലേ? നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ചിലരും അത് ചിന്തിച്ചിട്ടുണ്ടാവും, പക്ഷേ ഹൗ ടു ഡു ഇറ്റ് എന്നുള്ള കാര്യം ഒന്നുമില്ല. നിങ്ങൾക്കൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഈ പൂച്ച ലിസ്റ്റ് ഔട്ട് ചെയ്യണം കേട്ടോ. എന്തൊക്കെയാണ് ലിസ്റ്റുകൾ, എന്താ വേണ്ടത്? ആ ഗൂഗിൾ ഫോം ഒരു കസ്റ്റമർ സെയിൽസ് നടക്കുമ്പോൾ എന്തൊക്കെ ഇൻഫർമേഷനാണ് ഗ്യാദർ ചെയ്യേണ്ടത്? ഇപ്പോൾ പ്രൊഡക്റ്റ് എന്താണ് അവർ മേടിച്ചത്, ഏത് വഴിയാണ് അവർ പേയ്മെൻറ്റ് ചെയ്തത്, ഇപ്പോൾ ക്യാഷ് ആണോ ഗൂഗിൾ പേ ആണോ? ശരിക്കും പറയാൻ ഗൂഗിൾ പേ വന്നതോടുകൂടി എല്ലാവരും ഗൂഗിൾ പേ ചെയ്യണമെന്നില്ല, ക്യാഷാണ് ചിലർ ചെയ്യണേ. അപ്പോൾ സോ ഇറ്റ് ഈസ് ഈസി ഫോർ യു ഫിനാൻഷ്യൽ ഓൾസോ വെൻ യു ക്യാൻ ഫിനാൻസ് ഒക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ ക്യാഷ് ഇത്രയും വന്നു, ഗൂഗിൾ പേയിൽ ഇത്രയും പേയ്മെൻറ്റ് വന്നു. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആര് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്തേ എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് വൺ വേ ടു ഫൈൻഡ് ഔട്ട് എളുപ്പത്തിൽ. പിന്നെ നമ്മൾ എന്താ ലിസ്റ്റ് ഔട്ട് ചെയ്യുക, എന്തൊക്കെ വേണമെങ്കിലും ലിസ്റ്റ് നമുക്ക് ചെയ്യാം. നമ്മൾ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പേര് നമുക്ക് എഴുതാം. ഓൾറെഡി ഇഫ് യു ഹാവ് ദ പ്രൊഡക്റ്റ് നെയിംസ് യു ക്യാൻ റൈറ്റ് ദാറ്റ് ആൻഡ് ഗൂഗിൾ ഫോമിൽ ജസ്റ്റ് അവർ ടിക്കിട്ടാൽ മതി, അത്രയേ ഉള്ളൂ. പക്ഷേ അതിപ്പോൾ കുറേ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് എ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ ഗൂഗിൾ ഫോമിൽ പോയിട്ട് നമ്മൾ ഗൂഗിൾ ഫോം ഇപ്പം ഇങ്ങനെ സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ ഫോമിൽ ഞാൻ ചെയ്തതാണ്. ഞാനിത് സ്റ്റോളിൽ ഞാൻ പറഞ്ഞില്ല, ആ സ്റ്റോളിന് വേണ്ടി ഞാൻ ചെയ്തതാണ്. അപ്പം അത് ഫുൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, സബ്മിറ്റ് അടിക്കണതിന് പകരം നമ്മൾ ആ വന്ന സെയിലുകൾ നമ്മൾ അവരെ കൊണ്ട് അതിൽ ഫില്ല് ചെയ്യിപ്പിക്കുക. ഒന്നുകിൽ അവരെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിക്കാം. ഇനി അവരെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ
കുറച്ച് ഇൻഫർമേഷൻസ് നമ്മൾ തന്നെ ഫില്ല് ചെയ്താൽ മതി, റെസ്റ്റ് അവരെ കൊണ്ട്. ഇതിൽ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൽ റിവ്യൂ നമുക്ക് കീപ്പ് ചെയ്യാം. ഇപ്പം ഇതിൽ ഞാൻ റിവ്യൂ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ വെച്ചായിരുന്നു ഓൺ ദി സ്പോട്ട്. ഇപ്പം അവർക്ക് കാണുമ്പോൾ എന്താണ് അവർക്ക് തോന്നണേന്നുള്ളത് ഒന്നെങ്കിൽ അവർക്ക് എഴുതാം, അല്ലെങ്കിൽ യു ക്യാൻ കീപ്പ് ഓപ്ഷൻസ്. അപ്പം ഞാൻ കസ്റ്റമർ റിവ്യൂ അപ്പം തന്നെ എനിക്ക് കിട്ടി. അപ്പോൾ കസ്റ്റമർ റിവ്യൂ കിട്ടി, ഏത് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യണേ കിട്ടി, എല്ലാം നമുക്ക് ഇൻഫർമേഷൻസ് ഓഫ് എ കസ്റ്റമർ വിൽ ബി റിസീവ്ഡ് ത്രൂ ദിസ് ഗൂഗിൾ ഫോം. അപ്പോൾ ഈ ഗൂഗിൾ ഫോം ഞാൻ ചെയ്തായിരുന്നു, ആൻഡ് ഇറ്റ് വാസ് വെരി യൂസ്ഫുൾ ഫോർ മീ ലേറ്റർ ഓൺ. ബിക്കോസ് എത്ര പേര് ഗൂഗിൾ പേ വെച്ച് പേയ്മെൻറ്റ് ചെയ്തു, എത്ര പേര് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. അല്ലെങ്കിൽ ദാറ്റ് ഈസ് ലൈക്ക് എ വെരി ഡിഫറെൻറ്റ് തിങ് അല്ലേ. നമ്മളിപ്പോൾ കുറേ പേര് ഗൂഗിൾ പേ ചെയ്യും, ചിലവർ മാത്രമേ ക്യാഷ് പേ ചെയ്യുള്ളൂ. ആ ക്യാഷ് പേയ്മെൻറ്റ് എത്രയാണ് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്തതെന്നുള്ളതും നമുക്ക് മെൻഷൻ, അത്രയും കൂടെ ഡീറ്റെയിലേക്ക് വേണമെങ്കിൽ പോകാം. ഇഫ് ക്യാഷ് ഹൗ മച്ച് ഡിഡ് ദേ പേ എന്നുള്ളതും എഴുതാം. അങ്ങനെ വേണമെങ്കിൽ ഡീറ്റെയിൽ ചെയ്തിട്ട് നമുക്ക് ഈ ഗൂഗിൾ ഫോം തയ്യാറാക്കാം. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ ജിമെയിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതൊക്കെ ഫില്ല് ചെയ്യണത്. ബിക്കോസ് നോർമലി യു നീഡ് എ ജിമെയിൽ. ഗൂഗിൾ ഫോം ആകുമ്പോൾ നമ്മളുടെ ജിമെയിൽ, ഏതെങ്കിലും ഒരു ജിമെയിലിന് പകരം നമ്മുടെ തന്നെ ജിമെയിൽ തന്നെ മതി. ആൻഡ് ദെൻ യു ഫിൽ ഇറ്റ് ഔട്ട്. ആൻഡ് ദിസ് ഇസ് ലൈക്ക് എ റെക്കോർഡ് കീപ്പിംഗ് എക്സൽ ഷീറ്റായിട്ട് നമുക്കത് കീപ്പ് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ. ഞാൻ ഞാനിവിടെ ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. ഈ ലിസ്റ്റ് ഇങ്ങനെയായിരുന്നു. ആ ലിസ്റ്റ് ഇപ്പോൾ നമ്മൾ എക്സൽ ഷീറ്റിലേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ദെൻ യു ക്യാൻ കീപ് ദിസ് ആസ് എ റെക്കോർഡ്. യു ക്യാൻ കോപ്പി പേസ്റ്റ്. എളുപ്പത്തിലാണ് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇത് ഫുൾ കോപ്പി ചെയ്തിട്ട് നമുക്കൊരു വേറൊരു എക്സൽ ഷീറ്റിൽ, ഇപ്പോൾ 2025 എക്സൽ ഷീറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ഒരു 5 minutes, അത്ര 1 minute ഇല്ലേ നമുക്കത് ചെയ്തെടുക്കാം. സോ ദിസ് ഈസ് എ വെരി സിമ്പിൾ ടെക്നീക്ക് ദാറ്റ് ഐ തോട്ട് ഇവിടെ ഒന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അൺടിൽ നെക്സ്റ്റ് ടൈം, താങ്ക് യു ഫോർ ജോയിനിങ് മീ ഇൻ ടു ദിസ് കുട്ടി വീഡിയോ.